കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി താറാവ് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ താറാവ്, അതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കിലോയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 12 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. സാവധാനം വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ സവാള ഇവിടെ ഏകദേശം പകുതി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പാകമാക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണ ഇത്തിരി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിനെ വഴറ്റി പാകപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സവാളിലേക്ക് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 ടീസ്പൂൺ ഇട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ടീസ്പൂൺ നിറച്ച് മസാലപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമ്മുടെ താറാവ് കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത്. 2 ടീസ്പൂൺ നിറച്ചാണ് ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളകിൻ്റെയും മസാലയുടെയൊക്കെ കുത്തൽ മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ മസാലപ്പൊടികളും ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് സമയമെടുത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താറാവ് എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ താറാവും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. താറാവും മസാലകളെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ മൊത്തത്തിൽ അതിൻ്റെ ഇടപ്പാലിൽ വേണം നമ്മൾ താറാവിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഹൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കറി തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം താറാവിനെ വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് പാല് വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ താറാവ് കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താറാവിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് മുകളിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ തലപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തലപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം നമുക്ക് താറാവ്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം കഴിക്കാനുള്ള കറി തലേ ദിവസം വൈകിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്.
ഇങ്ങനെ ചെയ്യുമ്പോൾ കുരുമുളകിൻ്റെ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് താറാവിൻ്റെ മീറ്റിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും കറി കഴിക്കാനായിട്ട് പിറ്റേ ദിവസം. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. ഇപ്പം നമ്മളുടെ താറാവ് കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കണേ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.